നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? സ്കോപ്പ് കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഈ മറ്റേ ഭരണപക്ഷത്തിൻ്റെ ചില വീഴ്ചകൾ അങ്ങനെ സംഭവിച്ചതൊക്കെയാണ്. ശബരിമല വിഷയം, പിന്നെ അങ്ങനെ ചില വിഷയങ്ങളങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്ര നല്ല അഭിപ്രായമല്ല. എന്നാലും വലിയ മോശമായിട്ട് പറയാനും പറ്റില്ല. എന്നാലും അത്ര നല്ല അഭിപ്രായമല്ലെന്ന് പറയുമ്പോൾ ഭരണം കിട്ടാൻ ചാൻസ് ഇത്തിരി കുറവാണ്. അപ്പോൾ പിണറായി വിജയൻ, വി ഡി സതീശൻ രണ്ടുപേരും താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ആരായിരിക്കുമെന്നാണ് തോന്നുന്നത്? ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച്, കേരളത്തിൻ്റെ മൊത്തം ട്രെൻഡ് അനുസരിച്ച് വി ഡി സതീശനാവാനാണ് സാധ്യത. തുറന്നു പറയാമല്ലേ, അങ്ങനെയാണ് സാധ്യത. പിണറായി വിജയൻ അത്ര മോശക്കാരനാണെന്നൊന്നും അഭിപ്രായമില്ല. പക്ഷേ പൊതുജനങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോൾ ശബരിമല വിഷയം ഒരു നല്ലൊരു വിഷയമായി പ്രതിപക്ഷം അതിനെ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ഒരു വീഴ്ച ഭരണപക്ഷത്തിനുണ്ടായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും പറയില്ല. അവരുടെ ഒരു ചെറിയൊരു പോരായ്മ കൊണ്ടാണ് ഇവർക്ക് അധികാരം കിട്ടുന്നുള്ളതാണ് എൻ്റെ ശരിയായ ഒരു പോയിന്റ്, എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. ഇപ്പം പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആരോപണമുണ്ട്, വി ഡി സതീശൻ BJP ആയിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള തരത്തിൽ. അതിനോട് ഉള്ളതല്ല ഇതൊക്കെ. അതിപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ പലരും പല രീതിയിലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം.